നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും എന്താ ഈ മുട്ട പുഴുങ്ങുന്ന വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത്, നമുക്ക് മുട്ട പുഴുങ്ങാൻ അറിയാമെന്നൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ മുട്ട പുഴുങ്ങുന്നത് കറക്റ്റായിട്ട് തന്നെയാണോ എന്നുള്ളത് ഇന്ന് നമുക്ക് തെളിയിക്കാം. കാരണം ഈ മുട്ട എന്ന് പറയുന്നത് ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിന് അല്ലെങ്കിൽ ശരീരത്തിന് അത് കേടാണ്. അതായത് ചില ആൾക്കാർ മുട്ട പുഴുങ്ങിയിട്ട് കാണാം, അതിൻ്റെ അകത്ത് മഞ്ഞക്കരുവിൽ ചെറിയൊരു ബ്ലാക്ക് നിറങ്ങൾ വന്നിട്ട് കാണാം. അത് ശരിക്കും നമ്മുടെ ശരീരത്തിന് കേടാണ്. അപ്പോൾ എങ്ങനെ പെർഫെക്റ്റായിട്ട് മുട്ട പുഴുങ്ങാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു NMC Viewfinder. ദിസ് ഈസ് നൗഫൽ. നമുക്കിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് ഗ്യാസ് ഓണാക്കാം. എന്തല്ലേ മുട്ട പുഴുങ്ങുന്ന വീഡിയോ ഒക്കെ ഇടുന്നത്, കണ്ടന്റ് ദാരിദ്ര്യം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പക്ഷേ നിസ്സാരമായിട്ട് കാണുന്ന ഈ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്തൊരു സംഭവമായിരിക്കും. നമുക്ക് മുട്ടയിൽ നമുക്ക് കുറച്ച് ഈ വെള്ളത്തിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ മുട്ട പൊളിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിക്കാതൊന്നുമില്ല, കറക്റ്റായിട്ട് മുട്ട പൊളിഞ്ഞു വരും. അപ്പം നമ്മൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്കാണ് ഈ മുട്ട വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കൽ. അങ്ങനെ ചെയ്യരുത്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഈ മുട്ട ഇതിനകത്തേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മുട്ടയൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല തിള വന്നിട്ടുണ്ട്. നമുക്ക് മുട്ട നല്ല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ മുട്ട ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിതിപ്പോൾ വേവിക്കുന്നത് ഒരു 6 to 6.5 മിനിറ്റാണ് മാക്സിമം. അങ്ങനെ മുട്ട നമ്മൾ പുഴുങ്ങി റെഡിയാക്കി വെച്ചു. ഞാൻ 6.5 മിനിറ്റാണ് വേവിച്ചത്. നിങ്ങൾക്കൊരു ജ്യൂസി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 6.5 മിനിറ്റ് വേവിച്ചാൽ മതി. പിന്നെ ഒരു 7 to 8 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസിൽ കിട്ടും. പിന്നെ ഒരു 9 to 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്രകാരം വേവിക്കാം. മാക്സിമം 10 മിനിറ്റിനപ്പുറം മുട്ട വേവിക്കരുത്, അത് ശരീരത്തിന് കേടാണ്. പിന്നെ നമ്മൾ മുട്ട കൊണ്ടുള്ള വേറൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്, പോച്ച്ഡ് എഗ്. അതിൻ്റെ കാര്യം കൂടി കാണാം. നമ്മളെ മുട്ട വേവിച്ച് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. ഓക്കെ, പുക ഒരു രക്ഷയില്ലാതെ പുകയാണ്. കുറച്ച് തണുത്ത വെള്ളം ഇതിലേക്ക് മാറ്റി ഇതിനെ പൊട്ടിച്ചെടുക്കാം. കണ്ടോ, ഉപ്പിട്ടതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് ഇടുന്നല്ലോ. കണ്ടോ, നല്ല സ്മൂത്തല്ലേ? നമ്മൾ ഉപ്പിട്ടില്ലെങ്കിൽ ഈ ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി വരും. ഇപ്പോൾ ഒരു കൈനെ കൊണ്ടാണ് നമ്മൾ ഇത് പൊളിക്കുന്നത്. അത്രയും സ്മൂത്തായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുട്ട നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ് കുക്കായിട്ടുള്ള മുട്ട. കണ്ടോ, ഇങ്ങനെ വേണം നമ്മൾ മുട്ട കഴിക്കാൻ. എന്നാണ് ഇതിൻ്റെ കറക്റ്റ് പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടുള്ളൂ. ഒരുപാട് വേവിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അത് കാര്യമില്ലാതാവും നമ്മുടെ ശരീരത്തിൽ. ഇത് കുറച്ചും കൂടി ഹാർഡാക്കാം. നമുക്ക് 10 മിനിറ്റ് വരെ വേവിക്കാം, അതിനപ്പുറം വേവിക്കരുത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കുക്കിംഗ്. ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പോച്ച്ഡ് എഗ്ഗാണ്. അതിന് കുറച്ച് വെള്ളം എടുത്ത് ഇതേപോലെ നമ്മൾ ഒരു പാത്രത്തിലെടുത്ത് വെക്കുക. ഗ്യാസ് ഓണാക്കുക. ജസ്റ്റ് ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്.
ഈ തിളച്ച് വരുന്ന വെള്ളം നമ്മളൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് മുറുക്കുക. സ്പൂൺ ഇളക്കി കൊടുക്കുക. ആ മുട്ട പതുക്കെ ഒന്ന് പൊട്ടിച്ചിട്ട്, ഇതിൽ വിനാഗിരി ചേർക്കുന്നവരുണ്ട്, വിനാഗിരി ചേർക്കുന്നവർക്ക് വിനാഗിരി ചേർക്കാം. കണ്ടില്ലേ, അതൊന്ന് മെല്ലെ ഒന്ന് സ്പൂൺ കൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ അധികം ഇട്ട് ഇളക്കരുത്, മൊത്തം പൊട്ടിപ്പോവും. ജസ്റ്റ് ഒന്നങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് പതുക്കെ നമുക്ക് എന്താക്കുക, പതുക്കെ ഒന്ന് ഇതിങ്ങനെ കോരിയെടുത്ത്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ പോച്ച്ഡ് എഗ്. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് വരും. ഇതൊരു മാക്സിമം ഒരു 2 മിനിറ്റ് വേവിക്കാൻ പാടുള്ളൂ. 3 വരെ ആവാം, പിന്നെ അപ്പുറത്തോട്ട് പോകരുത്. പോച്ച്ഡ് എഗ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മുട്ട വിശേഷങ്ങൾ? എന്താ അല്ലേ, കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു മുട്ട വെച്ചിട്ടൊരു വ്ളോഗാക്കി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഭയങ്കര പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ മുട്ടയൊക്കെ പുഴുങ്ങി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രോട്ടീനും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബോഡിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ട് കുക്ക് ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഇനി വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം NMC Viewfinder. ദിസ് ഈസ് നൗഫൽ. ബൈ.